ഇന്നലെയാണ് ന്യൂസ് 18 സർവേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സർവേ പുറത്തുവിട്ടത്. സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയും UDF-ഉം തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്നാണ് സർവേ ഫലമായി പുറത്തുവരുന്നത്. പോൾ വൈബ് സർവേയിലാണ് ഈ റിസൾട്ട് വന്നിരിക്കുന്നത്. ഇടതുപക്ഷത്തിന് നേരിയ മുൻതൂക്കമുണ്ടെന്നും അഭിപ്രായ സർവേ പറയുന്നു. 69 മുതൽ 74 വരെ സീറ്റുകൾ LDF നേടാമെന്നും 64 മുതൽ 70 വരെ സീറ്റുകൾ UDF-ന് ലഭിക്കാമെന്നുമാണ് സർവേ. 3 സീറ്റുകൾ വരെ NDA-ക്ക് ലഭിക്കാം എന്നും സർവേ ഫലം ചൂണ്ടിക്കാണിക്കുന്നു. സർക്കാരിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ മൊത്തത്തിലുള്ള പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇങ്ങനെയായിരുന്നു. വളരെ മികച്ചത് എന്ന് അഭിപ്രായപ്പെട്ടത് 32.8% ആളുകൾ മാത്രമാണ്. മികച്ചത് എന്ന് 7.3% ആളുകൾ അഭിപ്രായപ്പെട്ടു. ശരാശരി എന്ന് അഭിപ്രായപ്പെട്ടത് 12.3%. മോശം എന്ന് പറഞ്ഞത് 18.9%. വളരെ മോശമെന്ന് അഭിപ്രായപ്പെട്ട 20% ആളുകളും ഉണ്ട്. സർവേയിൽ പങ്കെടുത്ത 29.2% ആളുകളും പിണറായി വിജയൻ തന്നെ അടുത്ത മുഖ്യമന്ത്രിയാകണം എന്ന് അഭിപ്രായപ്പെട്ടു. 29.2 ആണെങ്കിൽ സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് അഭിപ്രായപ്പെട്ടത് 29% ആളുകളാണ്. കേവലം 0.2% വ്യത്യാസം മാത്രമാണ് സതീശനും പിണറായിയും തമ്മിലുള്ളത്. 10.8% ആളുകൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേരും പറഞ്ഞു. മറ്റ് നേതാക്കളുടെ പേരുകളൊക്കെ 10%-ത്തിൽ താഴെയാണ് വന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന ചോദ്യത്തിനുള്ള പ്രതികരണം ഇങ്ങനെയായിരുന്നു. തൊഴിലില്ലായ്മയാണ് 15.6% ആളുകളും ചൂണ്ടിക്കാണിച്ചത്. വികസനമില്ലായ്മ 3.9% ആളുകൾ ചൂണ്ടിക്കാണിച്ചു. ക്രമസമാധാന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് 9.3% ആളുകളാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിലാണ് 4.3% ആളുകൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. വർഗീയ ധ്രുവീകരണം 5.4%, വിലക്കയറ്റം 19.7% ആളുകളുടെയും കൺസേൺ ആണ്. മദ്യവും മയക്കുമരുന്നും 12.7% ആളുകളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അഴിമതിയുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് 14.3% ആളുകൾ മാത്രമാണ്. അതേസമയം 9.8% ആളുകൾ അഭിപ്രായമൊന്നും പറഞ്ഞില്ല താനും. 41.6% പേർ LDF ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്ന മുന്നണിയാകുമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ 41% ആളുകളും അഭിപ്രായപ്പെട്ടത് UDF ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടും. അതായത് 0.6% ഇക്കാര്യത്തിൽ ഒരു വ്യത്യാസമായി വന്നിരിക്കുന്നത്. 10.1% ആളുകൾ NDA-യ്ക്കും സാധ്യത കൽപ്പിച്ചു. ആർക്കും ഭൂരിപക്ഷമുണ്ടാകില്ല എന്ന് 1.5% ആളുകൾ പറഞ്ഞു. 6 സിറ്റിംഗ് MLA, ഇതാണ് 6ാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം. സിറ്റിംഗ് MLA-ക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യത എത്ര എന്നുള്ളതാണ്. അത് വളരെ കൂടുതലെന്ന് 39.7% ആളുകൾ അഭിപ്രായപ്പെട്ടപ്പോൾ അതേ പാർട്ടിയിൽ നിന്നുള്ള മറ്റൊരാൾ എന്നുള്ളത് 23.4% ആളുകളുടെ അഭിപ്രായമായിരുന്നു. ചിലപ്പോൾ 5.3% ആളുകൾ ചിലപ്പോൾ ചെയ്തേക്കാം എന്നുള്ള അഭിപ്രായം പ്രകടിപ്പിച്ചു. ചെയ്യില്ല എന്ന് പറഞ്ഞത് 18.8% ആളുകളാണ്. അഭിപ്രായമില്ല എന്ന് പറഞ്ഞവരാകട്ടെ 12.8% ആളുകൾ. കോൺഗ്രസിന് കേരളത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ എന്ത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യവും ഉണ്ടായിരുന്നു. വിഭാഗീയത എന്നാണ് 45% ആളുകൾ അഭിപ്രായപ്പെട്ടത്. വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിലെ പരാജയം 8.4%, അമിത ആത്മവിശ്വാസം 2.8%, ക്രിസ്ത്യൻ വോട്ട് ബെൽറ്റിലെ സ്വാധീന നഷ്ടം 4.6%, മുസ്ലിം ലീഗിനോടും കേരള കോൺഗ്രസിനോടുമുള്ള അമിത വിധേയത്വം 9.8% ആളുകളുടെയും കൺസേണാണ്. മറ്റൊന്ന്, BJP-യുടെ വികസനത്തിന് അല്ലെങ്കിൽ വികാസത്തിന് തടസ്സമാകുന്നത്, പ്രതിബന്ധമാകുന്നത് എന്ത് എന്ന ചോദ്യത്തോട് ഇങ്ങനെയായിരുന്നു പ്രതികരണം. CPM-നുള്ള ഹിന്ദു പാർട്ടി ഇമേജ് എന്നത് പറഞ്ഞത് 19.8% ആളുകൾ ആണ്. വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിലെ വീഴ്ച എന്ന് പറഞ്ഞത് 5.9% ആളുകളാണ്. കൂടിയ ന്യൂനപക്ഷ ജനസംഖ്യ എന്നുള്ളത് 10%, 6%-ൻ്റെ കേരളത്തിലെ ജനങ്ങളെയും ചരിത്രവും തിരിച്ചറിയുന്നതിലെ പോരായ്മ എന്ന കാര്യത്തിലാണ് കൂടുതൽ മേൽക്കോയ്മ വന്നത്. അത് 30.9% ആളുകൾക്ക് അവരുടെ കൺസേണായി അത് വരികയും ചെയ്തു. ഇതൊക്കെയാണ് ന്യൂസ് 18 പുറത്തുവിട്ട സർവേ ഫലത്തിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.